Hello everyone, welcome to Prakriti Ayurveda. UPSC Medical Officer December 22nd, 2024 നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് സീരീസ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെർണിക് കോർസാക്കോഫ് സിൻഡ്രം ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? വെർണിക് കോർസാക്കോഫ് സിൻഡ്രം ഒരു സീരിയസ് ബ്രെയിൻ കണ്ടീഷനാണ്. ഈസ് ലിങ്ക് ടു ക്രോണിക് ആൽക്കഹോൾ മിസ്യൂസ് അല്ലെങ്കിൽ സിവിയർ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൽക്കഹോൾ മിസ്യൂസ്, ഓപ്ഷൻ സി ആണ്. സബ്സ്റ്റൻസ് മിസ്യൂസ് ഡിസോർഡർ SUD എന്ന് പറയുന്നത് ഒരു ട്രീറ്റബിൾ മെൻ്റൽ ഡിസോർഡർ ആണ്. ദാറ്റ് ഇറ്റ് അഫക്ട്സ് എ പേഴ്സൺസ് ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. എക്സാമ്പിൾ ആൽക്കഹോൾ, കോക്കെയിൻ, ടുബാക്കോ പോലുള്ള സബ്സ്റ്റൻസിൻ്റെ മിസ്യൂസ് ഡിസോർഡർ ആണ്. ഷൈസോഫ്രീനിയ അതൊരു മെൻ്റൽ ഡിസോർഡർ ആണ്. ഇറ്റ് അഫക്ട്സ് ദ പേഴ്സൺസ് എബിലിറ്റി ടു തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ് ക്ലിയർലി. സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇമോഷണൽ അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. K39 സ്ട്രിപ്പ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസ്? അപ്പോൾ K39 സ്ട്രിപ്പ് ടെസ്റ്റ് ഒരു റാപ്പിഡ്, ഇൻഎക്സ്പെൻസീവ് അല്ലെങ്കിൽ നോൺ ഇൻവാസീവ് ടെസ്റ്റാണ്. യൂസ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് വിസറൽ ലീഷ്മാനിയാസിസ് അല്ലെങ്കിൽ കാലാസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ. നമുക്കറിയാം ലീഷ്മാനിയ പാരസൈറ്റ്സ് സാൻഡ് ബൈറ്റ് കൊണ്ടിട്ടാണ് ഈ കാലാസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ K39 സ്ട്രിപ്പ് ടെസ്റ്റ് വിസറൽ ലീഷ്മാനിയാസിസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ട്രിപ്പാനോസോമിയാസിസും ഒരു പാരസിറ്റിക് ഇൻഫെസ്റ്റേഷൻ തന്നെയാണ്. ടോക്സോപ്ലാസ്മ ഗോണ്ടി പാരസൈറ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അമീബിയാസിസും ഒരു പാരസിറ്റിക് ഇൻഫെസ്റ്റേഷനാണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഇൻഫെസ്റ്റേഷൻ വഴി ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. ഡ്യൂറോസി സൈൻ ഇൻ പൾസ് ഈസ് പോസിറ്റീവ് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്? അപ്പോൾ ഡ്യൂറോസി സൈൻ എന്ന് പറഞ്ഞാൽ ഒരു പെരിഫറൽ സൈനാണ്. അത് അയോർട്ടിക് ഇൻസഫിഷ്യൻസിയുടെ ഡയഗ്നോസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അയോർട്ടിക് റീഗർജിറ്റേഷനാണ്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെമറൽ അല്ലെങ്കിൽ ബ്രേക്കിയൽ ആർട്ടറിയിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് മർമർ നമുക്ക് കേൾക്കാൻ പറ്റിയാൽ ഡ്യൂറോസി സൈൻ പോസിറ്റീവാണ് നമ്മൾ പറയും. അപ്പോൾ അയോർട്ടിക് റീഗർജിറ്റേഷൻ്റെ വേറെ കുറച്ച് സിംറ്റംസ് വരുന്നത് ചെസ്റ്റ് പെയിൻ, അതേപോലെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, സ്വെള്ളൻ ആങ്കിൾ ആൻഡ് ഫീറ്റ് ഒക്കെയാണ് വരുന്നത്. Next, moving on to fourth question. A 45-year female presented with the complaints of persistent dry cough, shortness of breath, weakness of both eyes with dryness of mouth from last 9 months. She also had pain in bilateral small joints of hands. Physical examination was temperature 39.2 degrees Celsius, blood pressure 130/90 mmHg, pulse rate 105 per minute, chest auscultation, inspiratory crackles on bilateral infrascapular region. Investigation showed marked hypergammaglobulinemia, anti-RO and anti-LA positive. X-ray showed non-erosive arthritis and computed tomography of lung showed interlobular septal thickening with diffuse fibrosis. Which one of the following is the most probable diagnosis? അപ്പോൾ സിസ്റ്റമിക് സ്ക്ലീറോസിസിൽ നമുക്ക് ജോയിൻറ്റ് പെയിനും റാഷസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ് SLE എന്ന് പറയുന്നൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡറാണ്. പ്രൈമറി സോൾജൻ സിൻഡ്രം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. മെയിൻ സിംറ്റംസ് വരുന്നത് ഡ്രൈനസ് ഓഫ് ഐസ് ആൻഡ് മൗത്ത്, ഫറ്റീഗ്, ജോയിൻറ്റ് പെയിൻ, അതേപോലെ ഫീമെയിൽസിനെയാണ് ഇത് കോമൺലി എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പ്രൈമറി സോഗ്രൻ സിൻഡ്രം. ഓപ്ഷൻ ഡി, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് വിത്ത് ന്യൂമോണിയ, അതിലും ജോയിൻറ്റ് പെയിൻ, സ്വെല്ലിംഗ് ഒക്കെ വരും. ഐ പെയിൻ ആണ് മെയിൻലി റിയാക്റ്റീവ് ആർത്രൈറ്റിസ് വിത്ത് ന്യൂമോണിയയിൽ വരുന്നത്. വിറ്റ്നസ് ഓഫ് ഐസ് അല്ല. ഇവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡ്രൈനസ് ഓഫ് മൗത്ത്, വിറ്റ്നസ് ഓഫ് ഐസ് ഒക്കെ. അതേപോലെ തന്നെ 45-year ഫീമെയിൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പ്രൈമറി സോൾജൻ സിൻഡ്രം കോമൺലി ഫീമെയിൽസിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ 52-year male presented with nodular swelling in neck from last 10 days. He had intermittent high-grade fever with chills, loss of body weight, that is 8 kg in 2 months. On examination, the swelling in neck was found to be non-tender, soft, rubbery, movable, non-matted, 1 to 1.5 cm size lymph nodes. Investigation showed elevated ESR, that is 65 mm/h, LDL 650 international unit, AST/ALT ratio 86/120 international unit,
Total direct bilirubin ratio 2.1/1.86 mg per dl. Computed tomography of chest and abdomen showed single nodular lesion greater than 3.5 cm with mediastinal lymphadenopathy and periportal lymphadenopathy. Which one of the following is the most probable diagnosis? ഹോഡ്ഗിൻസ് ലിംഫോമ അതൊരു പെയിൻലെസ് സ്വെല്ലിംഗ് ഓഫ് ലിംഫ് നോട്ട്സ് ആണ്. മെയിൻലി നെക്ക്, ആംപിറ്റ്സ്, ഗ്രോയിൻ റീജിയനിലാണ് കാണുന്നത്. ഫീവറും വെയിറ്റ് ലോസൊക്കെ അസോസിയേറ്റഡ് സിംറ്റമാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹോഡ്ഗിൻസ് ലിംഫോമ തന്നെയാണ്. ഈ മൾട്ടിപ്പിൾ മൈലോമയിലും ബോൺ പെയിൻ, നോസിയ പോലുള്ള സിംറ്റംസ് കാണാൻ പറ്റും. മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രത്തിൽ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ് വരുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഈസി ബ്രോയിസിങ് ആൻഡ് പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ഒക്കെയാണ്. പ്രോ ലിംഫോസൈറ്റിക് ലുക്കീമിയ അതിൽ നമുക്ക് സ്വെല്ലിംഗ് ഓഫ് ലിംഫ് നോട്ട്സ്, ഫറ്റീഗ്, ടയർഡ്നെസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞ സ്വെല്ലിംഗ് ഓഫ് നെക്ക് ഒക്കെ വരുന്നത് കൊണ്ട് ആൻസർ വരുന്നത് ഹോഡ്ഗിൻസ് ലിംഫോമയാണ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു 6th question. A 30-year male presented with the complaints of mild dyspnea, chest pain, distension of abdomen with edema in feet, loss of appetite along with loss of body weight for last 3 months. On examination, blood pressure was 90/50 mmHg, pulse rate 120 per minute, respiratory rate 24 per minute, jugular venous pressure was raised, bilateral pitting edema, Montos test was positive. Which one of the following is the most probable diagnosis? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കാർഡിയാക് ടാമ്പണേഡ് ആണ്. കാർഡിയാക് ടാമ്പണേഡിൽ ഹൈപ്പോടെൻഷൻ, അതായത് ലോ ബി പി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 90/50 mmHg ആണെന്നും. ഇതിൽ മോണ്ടോസ് ടെസ്റ്റ് പോസിറ്റീവ് ആവണം എന്നില്ല, പക്ഷേ എക്കോ കാർഡിയോഗ്രാമാണ് കാർഡിയാക് ടാമ്പണേഡിൻ്റെ മെയിൻ ഡയഗ്നോസിസിൽ വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ 7th question. A 54-year mine worker presented with the complaints of dry cough, breathlessness, feeling of chest discomfort, weight loss that is greater than 4 kg in 20 days, loss of appetite from last 6 months and fever intermittently from last 20 days. On examination, patient was febrile, pallor. Blood pressure was 110/70 mmHg, pulse rate was 105 per minute, respiratory rate was 22 per minute, bilateral coils repetition. Investigation showed multiple well circumscribed nodular opacities 3 to 5 mm in upper and mid zones with enlarged hilar lymph nodes. Which one of the following is the most probable diagnosis? അപ്പോൾ സിലിക്കോസിസിൽ ഇതൊരു ലങ് ഡിസീസാണ്, കോസ്ഡ് ബൈ ഇൻഹേലിംഗ് ഓഫ് സിലിക്ക ഡസ്റ്റ്. സിലിക്കോ ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ അവിടെ സിലിക്കോസിൻ്റെയും ട്യൂബർക്ലോസിൻ്റെയും സിംറ്റംസ് വരും, അതായത് സിലിക്കോസിസ് പ്ലസ് ട്യൂബർക്ലോസിസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വെയിറ്റ് ലോസ് ഉണ്ട്, അതേപോലെ എക്സാമിനേഷനിൽ ഫെബ്രൈൽ പാരലർ കോഴ്സ് റെപ്പിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് സിലിക്കോസിൻ്റെയും ട്യൂബർക്ലോസിൻ്റെയും സിംറ്റംസ് വരുന്നതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ന്യൂമോകോണിയോസിസ് നോക്കാം. ന്യൂമോകോണിയോസിസ് കോൾമൈൻ ഡസ്റ്റിൻ്റെ ഇൻഹലേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ട്യൂബർക്ലോസിസ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ രണ്ടും വരുന്നത് കൊണ്ട് സിലിക്കോ ട്യൂബർക്ലോസിസ് ആണ് ആൻസർ. നമുക്കിനി 8th question നോക്കാം. According to Acharya Sushruta, which of the following complications are seen if Anuvasana is instituted in a patient who has taken Adisnigdha Bhojanam? അപ്പോൾ സുശ്രുതൻ അതിസ്നിഗ്ധ ഭോജനത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ഡിസീസാണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ജ്വരം പറയുന്നുണ്ട്, അതേപോലെ തന്നെ മൂർച്ഛയും പറയുന്നുണ്ട്. അപ്പോൾ 1 and 3. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 3. Now we can move on to the 9th question. According to Vakpada, all of the following dravyas are used to treat ശോഷരോഗ എക്സെപ്റ്റ്. ഇപ്പോൾ രാജയക്ഷ്മയിൽ ഏതൊക്കെ ദ്രവ്യാസാണ് പറയാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. സുര പറയുന്നുണ്ട്, കാരണം സ്രോതരോധം മാറ്റാനൊക്കെ സുരയുടെ പ്രയോഗം പറയുന്നുണ്ട് ആചാര്യൻ. മാംസവർദ്ധനത്തിന് വേണ്ടിയിട്ടും പുഷ്ടിക്ക് വേണ്ടിയിട്ടും മാംസത്തിൻ്റെ ഉപയോഗം പറയുന്നുണ്ട്. ശാഖപയം അതേപോലെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. മാഹിഷപയമാണ് ഇതിൻ്റെ ആൻസർ, കാരണം ശോഷരോഗത്തിൽ മാഹിഷപയത്തിൻ്റെ ഉപയോഗം പറയുന്നില്ല. ഇത് കുറച്ചുകൂടെ ഗുരുവൊക്കെ ആയതുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാനും പാടാണ്. അപ്പോൾ മാഹിഷപയമാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് the 10th question. Match the list 1 with list 2 and select the correct answer using the code given below the list. അപ്പോൾ ലിസ്റ്റ് 1 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രമേഹമാണ് പറയുന്നത്. ലിസ്റ്റ് 2 അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് അക്കോർഡിംഗ് ടു ആചാര്യ സുശ്രുതയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഉദകമേഹത്തിന് പാരിജാത കഷായമാണ് ആചാര്യൻ പറയുന്നത്. ഉദകം എന്ന് പറയുമ്പോൾ വെള്ളം, വാരി എന്ന് ആലോചിക്കാം. അപ്പോൾ വാരി പാരി എന്ന് ആലോചിച്ചാൽ മതി.
അപ്പോൾ ഉദകമേഹത്തിന് പാരിജാത കഷായമാണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ശനിയർ മേഹത്തിന് ആചാര്യൻ ഖദിര കഷായമാണ് പറയുന്നത്. അപ്പോൾ B1 വരും. അതേപോലെ ഹരിദ്രാമേഹത്തിന് രാജവൃക്ഷ കഷായമാണ് പറയുന്നത്. C2 വരും. വസാമേഹത്തിന് അഗ്നിമന്ത കഷായമാണ് സുശ്രുതൻ പറയുന്നത്. ക്ഷൗദ്രമേഹത്തിന് അതേപോലെ ഖദിരക്രമുക കഷായമാണ് പറയുന്നത്. അപ്പോൾ എയുടെ ആൻസർ 4, B1, C2, D5 ആൻഡ് E3. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ 10 ക്വസ്റ്റ്യൻസോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്.